ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതികമ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2026 വർഷഫലം കർക്കിടകക്കൂറുകാർക്കും കർക്കിടക ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ്. അതായത് പുണർത നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പാദം പൂയം ആയില്യം നക്ഷത്രക്കാർക്കും കർക്കിടക ലഗ്നക്കാർക്കും 2026 എങ്ങനെയാകും എന്നുള്ളതാണ്. അപ്പോൾ 2026 ഫലമെന്ന് പറയുമ്പോൾ വിശദമായിട്ടുള്ള ഒരു അപഗ്രഥനം ആവശ്യമാണ്. അപ്പോൾ വീഡിയോയ്ക്ക് അല്പം ദൈർഘ്യം ഉണ്ടാകും. അപ്പോൾ ഈ വീഡിയോ തീരുന്നത് വരെ ശ്രദ്ധിച്ച് കേൾക്കുക. പ്രത്യേകിച്ച് ഈ കർക്കിടക കൂറുകാർക്കും ലഗ്നക്കാർക്കും 2026 എന്ന് പറയുന്നത് ചില അപ്രതീക്ഷിതമായിട്ടുള്ള സംഭവവാസങ്ങളുടെ സമയമായിരിക്കും. ചിലർക്ക് അത് ചില പരിവർത്തനങ്ങൾക്ക് വഴിതെളിക്കും. ചില സമയത്ത് ഫിനാൻഷ്യൽ സ്ട്രെസ് ഉണ്ടാക്കും. അതേസമയം സ്പിരിച്വലായിട്ടുള്ള പുരോഗതി ഉണ്ടാകുന്ന സമയമായിരിക്കും. ചില ഭാഗ്യ അനുഭവങ്ങളും 2026 കർക്കിടക കൂറുകാർക്ക് കർക്കിടക ലഗ്നക്കാർക്കും ഉണ്ടാകും. ഇപ്പം നമ്മൾ പൊതുവായിട്ട് ഈ ഫലം പറയുന്നതിന് മുമ്പ് 2026 ഗ്രഹ ഗോചരസ്ഥിതി നോക്കാം. അതിൽ സാവധാനം രാശി മാറുന്ന ഗ്രഹങ്ങളുമുണ്ട്, വേഗത്തിൽ രാശി മാറുന്ന ഗ്രഹങ്ങളുമുണ്ട്. സാവധാനത്തിൽ രാശി മാറുന്ന ഗ്രഹങ്ങളെന്ന് പറയുമ്പോൾ ശനി, രാഹു, കേതു, ഗുരു. അതിൽ ശനിയുടെ സ്ഥിതി എന്ന് പറയുന്നത് 2026 ശനി ഈ കുറുകാരുടെ ഭാഗ്യസ്ഥാനത്തായിരിക്കും. ജൂലൈ 27 മുതൽ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന ശനി ഡിസംബർ 10 വരെ ആ ഭാഗ്യസ്ഥാനത്ത് വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ്. രാഹു ആണെങ്കിൽ അഷ്ടമത്തിലാണ്. വർഷാവസാനം ഡിസംബറിൽ അഷ്ടമത്തിൽ നിന്നും രാഹു 7ലേക്ക് മാറും. കേതു ആണെങ്കിൽ ധനസ്ഥാനത്താണ്, 2ലാണ്. വർഷാവസാനം ആ കേതു 2ൽ നിന്നും ജന്മരാശിയിലേക്ക് മാറും. ഗുരു ആണെങ്കിൽ ജൂൺ 1 വരെ 12ലായിരിക്കും. അതിനുശേഷം ഒക്ടോബർ 30 വരെ ആ ഗുരു ജന്മരാശിയിൽ ഉച്ചസ്ഥിതിയിൽ വരുന്നു. ശേഷം ആ ഗുരു 2ലേക്ക് മാറുന്നു. അതിൽ ഈ ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം വർഷ ആരംഭം മാർച്ച് 10 വരെ 12ലാണ് ഗുരു എങ്കിലും വക്രസ്ഥിതിയിലായിരിക്കും. വർഷ അവസാനം ഡിസംബർ 13 മുതൽ ധനസ്ഥാനത്തേക്കുന്ന ഗുരുവും വക്രസ്ഥിതിയിൽ വരുന്നു. ഇനി വേഗത്തിൽ സഞ്ചരിക്കുന്ന ഗ്രഹങ്ങൾ എടുക്കുമ്പോൾ സൂര്യൻ ജനുവരി 13 വരെ 6ലായിരിക്കും. ക്രമേണ 7, 8, 9 കർമ്മസ്ഥാനങ്ങളിലേക്ക് ആ സൂര്യൻ സഞ്ചരിക്കുന്നു. ചൊവ്വ ജനുവരി പകുതി വരെ 6ലായിരിക്കും. ക്രമേണ 7ലും ഉച്ചരാശിയിലും അതുപോലെ തന്നെ അഷ്ടമത്തിലും ഭാഗ്യസ്ഥാനത്തും ഒക്കെ സഞ്ചരിക്കുന്നുണ്ട്. ബുധനാണെങ്കിൽ ജനുവരി 16 വരെ 6ലും ക്രമേണ 7, 8, 9, 10 രാശികളിൽ സഞ്ചരിക്കുന്നുണ്ട്. ശുക്രനാണെങ്കിൽ ജനുവരി 12 വരെ 6ലും ശേഷം 7, 8, 9 രാശികളിലും ഉച്ചരാശികളിലൊക്കെ സഞ്ചരിക്കുന്ന വർഷമാണ് 2026. അപ്പോൾ ഈ 2026 ഗ്രഹ ഗോചരസ്ഥിതി അനുസരിച്ചുള്ള ഒരു പൊതുഫലമാണ് ഇവിടെ പറയുന്നത്. അത് ഈ പൊതുഫലത്തിൽ മാറ്റങ്ങൾ വരാം. കാരണം ഇത് ഗോചര ഗ്രഹസ്ഥിതി അനുസരിച്ചുള്ള ഫലങ്ങളാണ്. പക്ഷേ ഈ കുറുകാർക്കും ഈ ലഗ്നക്കാർക്കും 2026 നടക്കുന്ന ദശ, അപകാരം, ഛിദ്രം ഇത് വളരെ പ്രധാനമാണ്. അത് ഈ ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടേതാണോ അനിഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടേതാണോ ദശ, അപകാരം, ഛിദ്രം എന്നതിനനുസരിച്ച് ഈ പൊതുഫലത്തിൽ വലിയ വ്യതിയാനം വരും എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുക. മാത്രമല്ല ഈ കൂറിലെ നക്ഷത്രക്കാർക്ക് എല്ലാവർക്കും ഈ കർക്കിടക ലഗ്നം വരണമെന്നില്ല. ചിലർക്ക് മാത്രമേ കർക്കിടക ലഗ്നം വരികയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് മറ്റു രാശികൾ ലഗ്നരാശികളായിട്ട് വരും. അപ്പോൾ ആ ലഗ്നരാശി എന്ന് പറയുന്നത് ഈ കൂറിൻ്റെ ഇഷ്ടസ്ഥാനത്ത് വരുന്ന ലഗ്നരാശികളാണോ അനിഷ്ടസ്ഥാനത്ത് വരുന്ന ലഗ്നരാശികളാണോ എന്നുള്ളതിനനുസരിച്ചും ഈ പൊതുഫലത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇതിനനുസരിച്ച് ഈ ഗുണാനുഭവം കൂടുകയോ കുറയുകയോ ഒക്കെ ചെയ്യാം എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുക. നമുക്ക് ഈ ഗ്രഹഗോചരസ്ഥിതി അനുസരിച്ചുള്ള ആരോഗ്യസ്ഥിതി 2026 ഈ കർക്കിടക കൂറുകാർക്കും ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്ന് നോക്കാം. ആരോഗ്യസ്ഥിതി നോക്കുമ്പോൾ 6ാം ഭാവാധിപനാണ് ഗുരു. ആ ഗുരു 12ൽ നിൽക്കുകയാണ് ജൂൺ 1 വരെ. അങ്ങനെ 6ാം ഭാവാധിപനായിട്ടുള്ള ഗുരു 12 നിൽക്കുക എന്ന് പറയുന്നത് വിപരീത രാജയോഗമാണ്. എങ്കിലും ആ 12 നിൽക്കുന്ന ഗുരുവിന് മാർച്ച് 10 വരെ വക്രസ്ഥിതി ഉണ്ട്. അപ്പോൾ
അഷ്ടമത്തിൽ അഷ്ടമ ഭാവാധിപനായിട്ടുള്ള ശനി, ആ ശനി 9-ൽ നിൽക്കുന്ന സമയമാണ്. അഷ്ടമത്തിൽ രാഹുവുണ്ട്. അതുപോലെ 12-ാം ഭാവാധിപനായിട്ടുള്ള ബുധനും വർഷ ആരംഭത്തിൽ 6-ലാണ്. മാർച്ച് 10 വരെ ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. കാരണം വിപരീത രാജയോഗമാണെങ്കിലും ആ ഗുരു വക്രത്തിലാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർ അവർ അതിലല്പം അതിന് ഒരു കെയർ കൊടുക്കണം. ടൈമിലി ആയിട്ടുള്ള മെഡിക്കൽ ചെക്കപ്പൊക്കെ നടത്തി പോകേണ്ടുന്ന സമയമായിട്ട് മനസ്സിലാക്കുക. പൊതുവെ ഒരു ഉത്കണ്ഠ, ഒരു ബോഡി പെയിൻ, രോഗഭയം, ഉറക്കക്കുറവ് ഒക്കെ, ഒരു നഷ്ടഭയം ഒക്കെ ഉണ്ടാകാവുന്ന സമയമാണ് പ്രത്യേകിച്ച് ആ ഗുരു 12-ൽ നിൽക്കുന്ന സമയം എന്ന് പറയുന്നത്. അതുപോലെ ചൊവ്വ, സൂര്യൻ, ബുധൻ, ശുക്രനൊക്കെ വർഷ ആരംഭത്തിൽ ജന്മരാശിയിലൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അത് ചിലപ്പോൾ ഒരു റാഷായിട്ടുള്ള ഒരു പ്രകൃതം ഈ കൂറുകാരുടെ ഭാഗത്തുണ്ടാകും. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അപകടങ്ങൾ അത് മുഖാന്തരം ഉണ്ടാകുന്ന ഇഞ്ചുറി ഒക്കെ സാധ്യതയുണ്ട്. അതിലൊക്കെ നമ്മളൊന്ന് കെയർ കൊടുക്കണം. അതുപോലെ ചിലർക്ക് ഒരു കാഴ്ച സംബന്ധമായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങൾ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. അതുപോലെ ദൂരയാത്രകളിലൊക്കെ ഒരു ശ്രദ്ധ കൊടുക്കണം. ആഹാരത്തിലൊക്കെ ശ്രദ്ധ കൊടുത്ത് പോകണം. അപ്പോൾ ഫെബ്രുവരി കഴിയുമ്പോൾ മെയ് വരെ വിപരീത രാജയോഗമൊക്കെ വളരെ ആക്റ്റീവാണ്. കാരണം 6-ാം ഭാവാധിപനായിട്ടുള്ള ഗുരു 12-ൽ നേർസഞ്ചാരത്തിൽ വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഈ വിപരീത രാജയോഗം ആക്റ്റീവ് ആകും എന്ന് പറഞ്ഞാൽ നമുക്ക് ഇനിഷ്യലി എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ വന്നാൽ ആ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സഡനായിട്ടുള്ള റിലീഫ് നമുക്കുണ്ടാകും, റിക്കവറി ഉണ്ടാകും എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഈ ഗുരുവൊക്കെ 6-ൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. 6-ാം ഭാവാധിപൻ 6-ൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് പൊതുവെ നമ്മുടെ വ്യായാമം, യോഗ, അതുപോലെ മെഡിറ്റേഷൻ ഇവയിലൊക്കെ കൂടുതൽ ശ്രദ്ധ കൊടുത്ത് മാനസികമായിട്ടുള്ള നമ്മുടെ അറ്റൻഷൻ, അതുപോലെ ശാരീരികമായിട്ടുള്ള ആ പെയിൻ, ഇവയ്ക്കൊക്കെ ഒരു മാറ്റം കണ്ടെത്താൻ കഴിയും. അവയിലൊക്കെ ശ്രദ്ധ കൊടുക്കുക. ജൂൺ 2-ന് ഗുരു ജന്മലഗ്ന രാശിയിൽ ഉച്ചസ്ഥിതനായിട്ട് വരുന്നുണ്ട്. ഒക്ടോബർ ലാസ്റ്റ് വരെ ആ ജന്മരാശിയിൽ ഗുരു സ്ഥിതി വരുന്നുണ്ട്. ശുക്രനും ജന്മരാശിയിൽ വരുന്നുണ്ട്. അങ്ങനെ ആ ഗുരു ലഗ്നരാശിയിലൊക്കെ വരിക എന്ന് പറയുമ്പോൾ ഒരു ഹംസയോഗ അവസ്ഥയാണ്. ശുക്രനും അവിടെ വരുന്നുണ്ട്. പൊതുവെ ഒരു ലക്ഷ്മി നാരായണ യോഗാവസ്ഥയൊക്കെ അനുഭവപ്പെടുന്നുണ്ട് ജൂൺ മാസം മുതൽ. അപ്പോൾ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ തന്നെ ശുഭ അനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയമായിരിക്കും. സന്തോഷാനുഭവങ്ങളൊക്കെ ഉണ്ടാകും. ആരോഗ്യസ്ഥിതിയൊക്കെ വളരെ ഫേവറബിൾ ആകും. ഈശ്വര കടാക്ഷമൊക്കെ കൂടുന്ന സമയമായിരിക്കും. അതേസമയം ജൂലൈ 27 മുതൽ ഈ 9-ൽ നിൽക്കുന്ന ശനിക്ക് വക്രഗതി വരുന്നുണ്ട്. അപ്പോൾ അത് ശനി എന്ന് പറയുന്ന അഷ്ടമ ഭാവാധിപനും കൂടിയാണ്. ഇപ്പോൾ നമ്മൾ ദൂരയാത്രകളിലൊക്കെ ഒരു ശ്രദ്ധ കൊടുത്തു പോകണം. പിതാവിൻ്റെ ആരോഗ്യകാര്യങ്ങളിലൊക്കെ ഒരു ശ്രദ്ധ കൊടുക്കണം. അതുപോലെ നമ്മൾ ഗുരു സമാനരായിട്ടുള്ള ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ള സമയമാണ് എന്നും കൂടെ മനസ്സിലാക്കുക, ആ ശനി വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയം. അതുപോലെ 4-ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ നീചസ്ഥിതിയിൽ വരുന്ന സമയം കൂടിയാണ്. അപ്പോൾ മാതാവിൻ്റെ ആരോഗ്യകാര്യത്തിലൊക്കെ ശ്രദ്ധ കൊടുത്ത് പോകണം. അതുപോലെ തന്നെ നമ്മൾ ഈ വാഹനം ഓടിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളമൊക്കെ ഒരു കെയർ വേണം. നവംബർ ഡിസംബർ മാസത്തിലൊക്കെ ഗുരു 2-ലേക്കൊക്കെ മാറുന്നുണ്ട്. അപ്പോൾ അത് 6-ൽ ആ ഗുരുവിൻ്റെ ദൃഷ്ടി വരുന്നുണ്ട്. കുജനും 2-ൽ വരുന്നുണ്ട്. അപ്പോൾ കമ്മ്യൂണിക്കേഷനിലൊക്കെ ഒരു ശ്രദ്ധ കൊടുക്കണം. അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാനും ഒക്കെ ശ്രദ്ധിക്കണം. അതുപോലെ കഴിവതും നമ്മൾ ആഹാരത്തിൽ പ്രത്യേകിച്ച് സ്പൈസി ഫുഡൊക്കെ നമ്മൾ ഒരു കെയർ കൊടുത്ത് പോകേണ്ടുന്ന സമയമായിട്ട് മനസ്സിലാക്കുക. ചിലർക്ക് ഡെൻ്റൽ ഇഷ്യൂസ് ഇതിനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അവയിലൊക്കെ ശ്രദ്ധ കൊടുത്ത് പോകാൻ ശ്രമിക്കുക. ഇനി തൊഴിൽപരമായിട്ട് നോക്കുമ്പോൾ 2026 വർഷാരംഭം ഈ കർമ്മഭാവാധിപനും യോഗകാരകനുമായിട്ടുള്ള ചൊവ്വ, ആ ചൊവ്വ ജനുവരി 16 വരെ 16-ന് ആ ചൊവ്വ ഉച്ചരാശിയിലേക്ക് വരുന്നുണ്ട്. അതുപോലെ 6-ാം ഭാവാധിപനായിട്ടുള്ള ഗുരു 12-ൽ നിൽക്കുന്നു. മാർച്ച് 10 വരെ വക്രത്തിലാണ്. 6-ൽ ആ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട്. അപ്പോൾ വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നതിനുള്ള പരിശ്രമങ്ങൾ കൂടുന്ന സമയമായിരിക്കും. വർഷാരംഭത്തിൽ ഈ ജോലി മെച്ചപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ടാകും. തൊഴിൽ ട്രാൻസ്ഫറിനുള്ള
ഒരു ചിന്തകളൊക്കെ ഈ സമയത്തുണ്ടാകും. തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട യാത്രകൾ പ്ലാൻ ചെയ്യാനൊക്കെ സാധ്യതയുള്ള സമയമാണ്. അതേസമയം അഷ്ടമഭാവാധിപനായിട്ടുള്ള ശനി 9 നിൽക്കുന്ന സമയമായതുകൊണ്ട് പ്രത്യേകിച്ച് ഈ മൾട്ടിനാഷണൽ കമ്പനീസിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ചെറിയ വെല്ലുവിളികൾ ചിലപ്പോൾ അവർക്ക് അഭിമുഖീകരിക്കേണ്ടതായിട്ട് കാണുന്നുണ്ട്. ഫെബ്രുവരി 2 4-ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ 9 ഉച്ചസ്ഥിതനായിട്ട് വരുന്നുണ്ട്. അത് തൊഴിലിൽ ഭാഗ്യനേട്ടങ്ങൾക്ക് വഴിതെളിക്കും. ഇപ്പം പ്രൊമോഷനൊക്കെ കാത്തിരിക്കുന്നവർക്ക് സന്തോഷാനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയമായിരിക്കും ഫെബ്രുവരി മാസം എന്ന് പറയാം. ശുക്രൻ 11-ാം ഭാവാധിപനും കൂടിയാണ്. 11ന്റെ 11 ശുക്രൻ വരുന്നു എന്നുള്ളത് കൊണ്ട് സാമൂഹ്യ ബന്ധങ്ങൾ വഴി, സൗഹൃദങ്ങൾ വഴിയൊക്കെ നമുക്ക് പല നേട്ടങ്ങൾ, അതുവഴിയൊക്കെ നമുക്ക് തൊഴിലിൽ ഉയർച്ചകളൊക്കെ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ പരിഹരിക്കാൻ ഫെബ്രുവരി മാസം വഴിതെളിക്കുമെന്ന് തന്നെ പറയാം. തൊഴിലിൽ നേട്ടങ്ങൾ ഉണ്ടാകും. മെയ് 11 കുജനൊക്കെ 10 രുചക യോഗാവസ്ഥയിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതും തൊഴിലിൽ ഉയർച്ച പ്രതീക്ഷിക്കാം. ഉയർന്ന അധികാരം, ഉത്തരവാദിത്വമൊക്കെ തൊഴിലിടത്ത് ഉണ്ടാകുന്നതിന് അത് വഴിതെളിക്കാം. ജൂൺ 2 ഗുരു ജന്മരാശിയിൽ, പ്രത്യേകിച്ച് 6-ഉം 9-ഉം ഭാവാധിപനായിട്ടുള്ള ഗുരു ജന്മരാശിയിൽ വരുന്നു. ഒക്ടോബർ എൻഡ് വരെ ആ ഗുരു ജന്മരാശിയിൽ ഉച്ചസ്ഥിതിയിൽ ഉണ്ടാകും. അതും തൊഴിൽ നേട്ടത്തിന്, ഭാഗ്യ അനുഭവങ്ങൾക്ക്, തൊഴിൽ ഭാഗ്യത്തിനൊക്കെ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ടെസ്റ്റ്, ഇൻ്റർവ്യൂകളിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് വളരെ അനുകൂല സമയമായിരിക്കും. ഈശ്വര കടാക്ഷമൊക്കെ കൂടുന്ന സമയമാണ്. 9-ാം ഭാവാധിപനായിട്ടുള്ള ഗുരുവാണ് ജന്മരാശിയിൽ ഉച്ചസ്ഥിതനായിട്ട് നിൽക്കുന്നത്. 5-ലും 7-ലും 9-ലും ഒക്കെ ആ ഗുരുവിൻ്റെ ദൃഷ്ടി ഉള്ള സമയമാണ്. അപ്പോൾ ആ സമയത്ത് പൊതുവേ നമുക്ക് 9 നിൽക്കുന്ന ശനി 27 മുതൽ വക്രത്തിലാണെങ്കിലും ഉച്ചരാശിയിൽ നിൽക്കുന്ന ആ ഗുരുവിൻ്റെയൊക്കെ ദൃഷ്ടി വളരെ ഗുണം ചെയ്യും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും തൊഴിൽ സംബന്ധമായിട്ടുള്ള ചലഞ്ചസ് വന്നാൽ തന്നെയും ആ ചലഞ്ചസൊക്കെ ഓവർകം ചെയ്യാൻ കഴിയും. മേലുദ്യോഗസ്ഥരുടെയൊക്കെ പ്രീതി കിട്ടും. അപ്പോൾ വിദേശത്തും സ്വദേശത്തും ഒക്കെ പൊതുവെ തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ 10-ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ 2-ലൊക്കെ വരുന്ന നവംബർ ഡിസംബർ മാസങ്ങളൊക്കെ 2-ലേക്കൊക്കെ വരുന്നുണ്ട്. അപ്പോൾ 6-ലേക്കൊക്കെ ഗുരുവിൻ്റെ ദൃഷ്ടി വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് തൊഴിൽ വഴിയൊക്കെ ധനനേട്ടം കൂടുന്നതിന് വഴിയൊരുക്കും. തൊഴിൽ വ്യവഹാരങ്ങളിലൊക്കെ നമുക്ക് ഇപ്പോൾ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ എന്തെങ്കിലും കേസുകളോ കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് അതിലൊക്കെ വിജയം പ്രതീക്ഷിക്കാം. അപ്പോൾ തൊഴിൽ തർക്കങ്ങളൊക്കെ പരിഹരിച്ചു പോകാൻ കഴിയുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. ഇനി ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം 7-ാം ഭാവാധിപനായിട്ടുള്ള ശനി 2026 ഭാഗ്യസ്ഥാനത്താണ് നിൽക്കുന്നത്. ജൂലൈ 26 വരെ ശനി ഭാഗ്യസ്ഥാനത്ത് നേർസഞ്ചാരത്തിലായിരിക്കും. അതിനുശേഷം വക്രസ്ഥിതിയിൽ വരുന്നുണ്ട്. അപ്പോൾ ശനി അഷ്ടമ ഭാവാധിപനും കൂടിയാണ്. അപ്പോൾ അവയെ നമുക്ക് പൊതുവെ ബിസിനസ്സിൽ ചെറിയ തടസ്സങ്ങളൊക്കെ വരാമെങ്കിലും ആ തടസ്സങ്ങളൊക്കെ നമുക്ക് സ്ഥായിയായ പരിശ്രമത്തിലൂടെ ഓവർകം ചെയ്യാൻ കഴിയുന്ന സമയമാണ്. ഫെബ്രുവരി 26 മുതൽ മാർച്ച് 20 വരെ ബിസിനസ് കാരകനായിട്ടുള്ള ബുധൻ അഷ്ടമത്തിലാകുന്നത് കൊണ്ട് ആ സമയം ബിസിനസ് സംബന്ധമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. സഡനായിട്ടുള്ള ബിസിനസ് ഡിസിഷൻ എടുക്കാതിരിക്കുക. ബുധൻ ഏപ്രിലിൽ നീച രാശിയിൽ വരുന്നുണ്ട്. ആ സമയത്ത് ബിസിനസ് എക്സ്പാൻഷൻ ഗുണം ചെയ്യില്ല എന്ന് മനസ്സിലാക്കുക. കാരണം ബിസിനസ് കാരകന് നീചസ്ഥിതി വരുന്നുണ്ട്. അതുപോലെ നീചരാശാധിപൻ 12-ലാണ് എന്നും കൂടെയുള്ള ഒരു അവസ്ഥ നമുക്ക് കാണുന്നു. അതുപോലെ ജൂൺ 2 ഗുരു ജന്മരാശിയിലേക്ക് ഉച്ചരാശിയിലേക്ക് വരുന്നു. 7-ലും 9-ലും ഒക്കെ തന്നെ ആ ഗുരു ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അത് ആ സമയത്ത് ജൂൺ, അതായത് വർഷത്തിൻ്റെ അവസാനത്തെ പകുതി എന്ന് പറയുന്നത് ബിസിനസ് വിപുലീകരിക്കുന്നതിന് അനുകൂലമായ സമയമാണ്. ബിസിനസ്സിന് നല്ല തീരുമാനങ്ങൾ എടുക്കാനൊക്കെ കഴിയുന്ന സമയമാണ്. ബിസിനസ് സാഹചര്യങ്ങളൊക്കെ മെച്ചപ്പെടുന്ന സമയമാണ്. ബിസിനസ് വഴിയൊക്കെ ലാഭം അതുപോലെ തന്നെ വരുമാന വർധനവൊക്കെ ഉണ്ടാകുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. പൊതുവെ ശനിയുടെ വക്രസ്ഥിതി ചെറിയ മെല്ലപ്പോക്കൊക്കെ ഉണ്ടാക്കുമെങ്കിലും അതൊക്കെ അതിജീവിക്കുന്നതിന് ആ ഗുരുവിൻ്റെ, പ്രത്യേകിച്ച് ഭാഗ്യഭാവാധിപനായിട്ടുള്ള ഗുരു ജന്മരാശി നിന്നുകൊണ്ട് 7-ലേക്കും ഭാഗ്യസ്ഥാനത്തൊക്കെ നോക്കുന്നത് ഗുണാനുഭവം ഉണ്ടാക്കും എന്ന് തന്നെ പറയാം.
അപ്പം നമ്മൾ ബിസിനസ്സിൻ്റെ പ്രോബ്ലംസ് എല്ലാം നമുക്ക് ഓവർകം ചെയ്യാൻ ആ ഗുരുവിൻ്റെ സ്ഥിതി കൊണ്ട് കഴിയും. നവംബർ ഡിസംബർ മാസങ്ങളിൽ നമുക്ക് ഒരു കെയർ ആവശ്യമായിട്ടുള്ള സമയമാണ്. ഇനി വിദ്യാർത്ഥികൾക്ക്, ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം 2026 വർഷാരംഭം വിദ്യാകാരകനായിട്ടുള്ള ബുധൻ 7, 8 ഭാവരാശികളിലാണ്. അതുപോലെ മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ ബുധൻ വക്രത്തിൽ സഞ്ചരിക്കുന്നു, നീചരാശിയിൽ സഞ്ചരിക്കുന്നു. അപ്പോൾ ആ സമയങ്ങളിലൊക്കെ നമുക്ക് പഠനത്തിൽ ഒരു മെല്ലപ്പോക്ക്, ആലസ്യം ഉണ്ടാകാം. അവിടെ ശ്രദ്ധ കൊടുക്കണം, പഠനത്തിൽ ഫോക്കസ് കൂടണം. പഠനപരമായിട്ടുള്ള എന്ത് തീരുമാനവും നമ്മൾ വളരെ ശ്രദ്ധിച്ചു വേണം എടുക്കേണ്ടത്. ജ്ഞാനകാരകനും ആയിട്ടുള്ള ഗുരു മാർച്ച് 10 വരെ 12 വക്രത്തിലാണ്. അതിനാൽ നമ്മൾ വിദേശത്തൊക്കെ പഠനം ആഗ്രഹിക്കുന്നവർക്ക് അവരുടെ പ്ലാനിലൊക്കെ ഒരു മാറ്റമൊക്കെ വരുത്തി പോകേണ്ടതായിട്ട് വരും. ഗുരു 9ാം ഭാവാധിപനാണ്. അത് 12 ആയതുകൊണ്ട് ഉന്നത പഠനം നടത്തുന്നവർക്കും മാർച്ച് 10 വരെ ആദ്യ ഒരു മെല്ലപ്പോക്ക് അല്ലെങ്കിൽ പഠന തടസ്സങ്ങൾ, ഭാഗ്യദോഷങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഉന്നത പഠനം നടത്തുന്നവരും പഠനത്തിൽ ഫോക്കസ് കൂടേണ്ടുന്ന സമയമാണ്. പ്രത്യേകിച്ച് സീനിയർ അധ്യാപകരുമായിട്ടൊക്കെ ഇൻ്ററാക്ട് ചെയ്യുമ്പോഴൊക്കെ വളരെ കെയർ വേണം. മാർച്ച് ആദ്യവാരം പ്രത്യേകിച്ച് 4ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ഭാഗ്യസ്ഥാനത്ത് ഉച്ചരാശിയിൽ വരുന്നതും അതുപോലെ തന്നെ ഭാഗ്യഭാവാധിപനായിട്ടുള്ള ഗുരു മാർച്ച് 10 മുതൽ വക്രസ്ഥിതിയൊക്കെ മാറി നേർസഞ്ചാരത്തിൽ വരുന്നതുമൊക്കെ നമുക്ക് ഉന്നത പഠനത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സഹായകമാകും. വിദേശത്തൊക്കെ ഉന്നത പഠനം, ഗവേഷണമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള ടൈമായിരിക്കും. വിസ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കും. അതുപോലെ തന്നെ ഗുരു 6ാം ഭാവാധിപനായിട്ട് 12 നേർസഞ്ചാരത്തിൽ വരുന്നത് പ്രത്യേകിച്ച് നമുക്ക് വിദേശത്തൊക്കെ പഠനം ആഗ്രഹിക്കുന്നവർക്ക് പഠന വായ്പകൾക്കൊക്കെ കിട്ടുന്നതിന് ഉള്ള തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും. അതുപോലെ തന്നെ ജൂൺ മുതൽ ഒക്ടോബർ വരെ ഗുരു ജന്മ ലഗ്നരാശിയിൽ ഉച്ചസ്ഥിതനായിട്ട് വരുന്നതും ആ ജന്മ ലഗ്നരാശിയിൽ ഗുരുശുക്ര യോഗമൊക്കെ വരുന്നതും പ്രത്യേകിച്ച് ഹയർ സ്റ്റഡീസ് ഭാഗ്യനേട്ടങ്ങൾ ഉണ്ടാകും. കോമ്പറ്റിറ്റീവ് തലത്തിൽ കോമ്പറ്റിറ്റീവ് എക്സാമിനേഷനിലൊക്കെ ഉയർന്ന വിജയത്തിനൊക്കെ അത് വഴിതെളിക്കും. അതേസമയം ജൂലൈ 27 മുതൽ 9 നിൽക്കുന്ന ശനി വക്രത്തിലാകുന്നു. അത് നമുക്ക് മുമ്പുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ വീണ്ടും പഠനത്തിൽ തലവെക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് സീനിയർ അധ്യാപകരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അവരുമായിട്ടൊക്കെ ഒരു അച്ചടക്കരഹിതമായിട്ടുള്ള ഒരു പ്രവർത്തനങ്ങൾ ഉണ്ടാകാതെ നോക്കണം. ഗുരുദൃഷ്ടി ഭാഗ്യസ്ഥാനത്ത് വരുന്നത് 9 ഗുരുവിൻ്റെ വക്രസ്ഥിതി കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങൾ പരിഹരിക്കാൻ സഹായകമാകും. അത് ഹയർ സ്റ്റഡീസിന് നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കുമെന്ന് പറയാം. പൊതുവേ ഒരു ഡിവൈൻ ബ്ലെസ്സിങ്സ് ഒക്കെ കിട്ടാവുന്ന വർഷമാണ്. ആത്മീയ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കൊടുത്ത് പോകുന്നവർക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കാനും നല്ല ചിന്തകൾ ഉണ്ടാകുന്നതിനുമൊക്കെ പ്രത്യേകിച്ച് ജൂൺ മുതൽ ഒക്ടോബർ വരെയുള്ള മാസം വഴിതെളിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ അവർക്ക് ജ്ഞാനം കൂടുന്നു, അറിവ് കൂടുന്നു. അതുപോലെ വർഷാവസാനമൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് നവംബർ ഡിസംബർ മാസങ്ങളിലൊക്കെ കുജൻ 2ലേക്ക് വരുന്നു, ബുധൻ 4, 5 രാശികളിലേക്ക് വരുന്നു. അവയെല്ലാം പഠനത്തിന് ഗുണാനുഭവം ഉണ്ടാക്കും എന്ന് തന്നെ പറയാം. ഡിസംബറിൽ നമുക്ക് അല്പം കെയർ വേണം. രാഹു 7ലേക്കും കേതു ജന്മരാശിയിലേക്കൊക്കെ മാറുന്നുണ്ട്. മാത്രമല്ല ഗുരു 2 വക്രത്തിലൊക്കെ ആകുന്നുണ്ട്. ഡിസംബർ അവസാന ആകുമ്പോൾ ആ സമയമൊക്കെ നമ്മൾ പഠനത്തിൽ ശ്രദ്ധ കൊടുത്തു പോവുക. ഒരു താല്പര്യക്കുറവൊക്കെ ചിലപ്പോൾ ഡിസംബർ അവസാന വാരങ്ങളിലൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിൽ ഒരു ശ്രദ്ധ കൊടുത്ത് പോവുക. ഇനി ധനസ്ഥിതി, ധനപരമായിട്ട് നോക്കുമ്പോൾ 2026 ധനകാരകനായിട്ടുള്ള ഗുരു 12ലാണ്. മെയ് വരെ 12ലാണ്. ജൂൺ 2-നാണ് ആ ഗുരു ജന്മരാശിയിലേക്ക് മാറുന്നത്. അപ്പോൾ പൊതുവെ അല്പം ധനച്ചെലവൊക്കെ അധികരിക്കുന്ന വർഷമാണ്. വർഷത്തിൻ്റെ ആദ്യ പകുതി അത് ധനസ്ഥിരത കുറയുന്നതിനും ധന ഫ്ലക്ച്വേഷനൊക്കെ സാധ്യത കാണിക്കുന്നുണ്ട്. മാർച്ച് 10 വരെ 12 ഗുരു വക്രഗതിയിലായതുകൊണ്ട് നമ്മൾ ഈ ധനസ്ഥിതി ഇമ്പ്രൂവ് ചെയ്യുന്നതിനെ പറ്റിയുള്ള മാർഗങ്ങളെപ്പറ്റി ആലോചിക്കും. അതേസമയം വിദേശത്തൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ധനനേട്ടത്തിനൊക്കെ സാധ്യത കാണുന്നുണ്ട്. മാർച്ച് 11 മുതൽ നമുക്ക് ഭാവിയിൽ ഗുണം കിട്ടുന്ന പദ്ധതികളിലൊക്കെ
പണം മുടക്കുന്നതിനുള്ള പറ്റിയുള്ള ഒരു ചിന്തയുണ്ടാകും, അതിനുള്ള ശ്രമങ്ങളുണ്ടാകും. ഇപ്പോൾ 2 കേതുവുള്ള സമയമാണ് വർഷാവസാനം വരെ. അപ്പോൾ നമ്മൾ കഴിവതും ഈ ചതി വഞ്ചന വഴി പണം നഷ്ടപ്പെടാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കണം. ധനബാധ്യത കൂടാതെ നോക്കണം ആദ്യത്തെ പകുതി. അതേസമയം 2ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഭാഗ്യസ്ഥാനത്തും അതുപോലെ 10 ഉച്ചരാശിയിലൊക്കെ 11 സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട്, അതുപോലെ 11ാം ഭാവാധിപനായ ശുക്രനും ഭാഗ്യകർമ്മ നേട്ടങ്ങളുടെ സ്ഥാനത്തൊക്കെ സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് നമുക്ക് ധനസ്ഥിതി ഇംപ്രൂവ് ചെയ്യുന്നതിനുള്ള അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വരും. ജൂൺ മുതൽ ഒക്ടോബർ വരെ ധനകാരകനായിട്ടുള്ള ഗുരു ജന്മരാശിയിൽ ഉച്ചസ്ഥിതനായിട്ട് വരുന്നു, ഭാഗ്യസ്ഥാനത്ത് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ധന നേട്ടത്തിനും ധനഭാഗ്യത്തിനും സാധ്യത കാണിക്കുന്നുണ്ട്. ഈശ്വര കടാക്ഷമൊക്കെ കൂടുന്ന സമയമാകും. പ്രത്യേകിച്ച് ഹംസയോഗം വരുന്നുണ്ട്. ലഗ്നരാശിയിൽ ഗുരു വരുന്നതും അതുപോലെ ലഗ്നരാശിയിൽ ഗുരുവും ശുക്രനും ഒക്കെ യോഗം ചെയ്യുന്നതും ഒക്കെ തന്നെ, അതും 11ാം ഭാവാധിപനായിട്ടുള്ള ആ ശുക്രൻ ജന്മരാശിയിലൊക്കെ വരുന്നത് വളരെ നേട്ടങ്ങൾ പ്രത്യേകിച്ച് ജൂണിന് ശേഷം സാമ്പത്തികമായിട്ട് അവർക്കുണ്ടാകുമെന്ന് തന്നെ പറയാം. സൂര്യനും ജന്മരാശിയിൽ വരുന്നുണ്ട്. 2ാം ഭാവാധിപനാണ് സൂര്യൻ. അപ്പോൾ പൊതുവെ നമുക്ക് സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകും. ഡിസംബർ പകുതി കഴിയുമ്പോൾ ആ ഗുരുവൊക്കെ ധനസ്ഥാനത്ത് 2 വക്രത്തിലൊക്കെ വരുന്നു. ആ സമയത്ത് നമ്മൾ ധനപരമായിട്ടുള്ള കാര്യങ്ങളിൽ കൊടുക്കൽ വാങ്ങലിലൊക്കെ ഒരു കെയർ വേണം. ധനസംബന്ധമായ തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോഴും ഒരു ശ്രദ്ധ വേണ്ടുന്ന സമയമാണ്. അപ്പോൾ പൊതുവെ അതുവരെ സാമ്പത്തികമായിട്ട് ഒരു പ്രത്യേകിച്ച് ജൂൺ മുതൽ ഒക്ടോബർ വരെയുള്ള മാസം നമുക്ക് ധനപരമായിട്ട് പുരോഗതിയുടെയും ഭാഗ്യത്തിൻ്റെയും സമയം എന്ന് തന്നെ പറയാം. ഇനി വിവാഹം, ദാമ്പത്യബന്ധം, കുടുംബജീവിതം നോക്കാം. അപ്പോൾ വിവാഹം ആലോചിക്കുന്നവർക്ക് 7ാം ഭാവാധിപനായിട്ടുള്ള ശനി ഭാഗ്യസ്ഥാനത്താണ്. പ്രത്യേകിച്ച് വർഷം മുഴുവനും, അതുപോലെ ജൂലൈ വരെ ആ ശനി നേർസഞ്ചാരത്തിലും അതിനുശേഷം വക്രത്തിലുമൊക്കെ വരുന്നുണ്ട്. അതുപോലെ 9ാം ഭാവാധിപനായിട്ടുള്ള ഗുരു 12ലാണ് മെയ് വരെ. മാർച്ച് 10 വരെ ആ ഗുരു വക്രത്തിൽ സഞ്ചരിക്കുന്നുണ്ട്. അതുപോലെ 7 കുജൻ്റെയും സൂര്യൻ്റെയും ബുധൻ്റെയും ഒക്കെ ശുക്രൻ്റെയൊക്കെ സ്ഥിതി വർഷാരംഭത്തിൽ വരുന്നുണ്ട്. അപ്പം വിവാഹ ആലോചനകൾ ആരംഭത്തിൽ വരാമെങ്കിലും നമ്മൾ വിവാഹ നിശ്ചയത്തിലൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് ആദ്യ സമയം. അപ്പോൾ ശനി അഷ്ടമ ഭാവാധിപനും കൂടിയാണ് ഒന്നും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ കഴിവതും നമ്മൾ സഡനായിട്ടുള്ള ഡിസിഷൻ വിവാഹ കാര്യങ്ങളിൽ എടുക്കാതിരിക്കുക, വളരെ ആലോചിച്ച് തീരുമാനം എടുക്കുക. ഭാഗ്യഭാവാധിപൻ 12ലാണ് എന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് മാർച്ച് 10 വരെ ആ ഗുരു വക്രത്തിലാണ്. അതേസമയം മാർച്ച് മാസം വിവാഹ ഭാവകാരകനായിട്ടുള്ള ശുക്രൻ ഭാഗ്യസ്ഥാനത്ത് വരുന്നുണ്ട്. അത് 11ാം ഭാവാധിപനും കൂടിയാണ്. ആ 11ലാണ് ശുക്രൻ വരുന്നു എന്നുള്ളത് കൊണ്ട് ആലോചനകൾക്ക് ആ മാർച്ച് മാസം ഗുണം ചെയ്യും, അനുകൂല നേട്ടങ്ങൾ ഉണ്ടാകും. ജൂൺ മുതൽ ഒക്ടോബർ വരെ ഭാഗ്യഭാവാധിപൻ ജന്മരാശിയിൽ ഉച്ചസ്ഥിതനാകുന്നത്, അതുപോലെ ഭാഗ്യസ്ഥാനത്തൊക്കെ ആ ഗുരുവിൻ്റെ ദൃഷ്ടി വരുന്നതും ഗുരു ശുക്ര യോഗമൊക്കെ ജന്മരാശിയിൽ വരുന്നതുമൊക്കെ പ്രത്യേകിച്ച് നല്ല ജീവിത പങ്കാളിയും കണ്ടെത്തുന്നതിനും ജീവിത പങ്കാളി വഴി ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്നതിനുമൊക്കെ അത് വഴിതെളിക്കും എന്ന് തന്നെ പറയാം. പൊതുവെ ജൂലൈ 27 മുതൽ 7 നിൽക്കുന്ന ശനി വക്രത്തിലാണെങ്കിലും 7 ആ ഗുരുവിൻ്റെ ദൃഷ്ടി ഉള്ളതിനാൽ ജീവിത പങ്കാളി വഴിയൊക്കെ ഭാഗ്യനേട്ടങ്ങളുണ്ടാകും. വിവാഹ ആലോചനകൾക്കും ദാമ്പത്യ ബന്ധത്തിനുമൊക്കെ പൊതുവെ അനുകൂലമായി വളരെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമായിട്ട് നമുക്ക് കാണാം. അതുപോലെ കമിതാക്കൾക്കും വർഷാരംഭം 5ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ വർഷാരംഭത്തിൽ 7ലാണ്. പ്രണയചിന്തകൾ ഉണ്ടാകും. ചിലപ്പോൾ പ്രണയ വിവാഹത്തിനുമൊക്കെ സാധ്യത കാണിക്കുന്നുണ്ട്. ഇപ്പോൾ കുജനും ശനിയുമായിട്ട് ഏപ്രിലൊക്കെ ഒരു ബന്ധം വരുന്നത് കമിതാക്കൾക്കിടയിൽ ഒരു തെറ്റിദ്ധാരണകൾ ചിലപ്പോൾ ആ ഏപ്രിൽ മാസം ഉണ്ടായെന്ന് വരാം. അതുപോലെ ജൂൺ മുതൽ ഗുരു 5 ദൃഷ്ടി വരുന്നുണ്ട്, 7 ദൃഷ്ടി വരുന്നുണ്ട്, ഭാഗ്യസ്ഥാനത്ത് ആ ഗുരുവിൻ്റെ ദൃഷ്ടി വരുന്നുണ്ട്. അപ്പോൾ പ്രണയബന്ധമൊക്കെ സ്മൂത്താകും. പ്രണയ വിവാഹത്തിനും കമിതാക്കൾക്കൊക്കെ ദൂരയാത്രകൾക്കൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ആ ഗുരുവിൻ്റെ ദൃഷ്ടി കൊണ്ടുണ്ടാകും. ഒക്ടോബർ വരെ
ഈ സ്ഥിതി തുടരും എന്ന് തന്നെ പറയാം. ദാമ്പത്യബന്ധത്തിൽ പൊതുവെ വർഷാരംഭത്തിൽ അല്പ സന്തോഷക്കുറവ്, ടെൻഷൻ, ഈഗോ പ്രശ്നങ്ങൾ, തർക്കങ്ങൾ ഒക്കെ ഉണ്ടാകാം. എങ്കിലും ദമ്പതിമാർക്ക് ദൂരയാത്രകൾക്കോ ഷോപ്പിങ്ങിനോ ഒന്നും അവ തടസ്സം കാണിക്കുന്നില്ല. ഇപ്പോൾ ജൂൺ മുതൽ ദാമ്പത്യബന്ധം കൂടുതൽ സന്തോഷകരമാകും. 7ലേക്കൊക്കെ ഗുരുദൃഷ്ടി വരുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ദമ്പതിമാർക്ക് പരസ്പര ബഹുമാനം, അവരുടെ പ്രശ്നങ്ങളൊക്കെ പരസ്പരം ചർച്ച ചെയ്ത് പരിഹരിക്കുന്നതിനൊക്കെയുള്ളൊരു ശ്രമം ഉണ്ടാകും. രാഹുവൊക്കെ അഷ്ടമത്തിലാണ്. ഇപ്പോൾ ജീവിത പങ്കാളിയുടെ കുടുംബവുമായിട്ടൊക്കെ ചിലപ്പോൾ വ്യത്യാസങ്ങൾ, തർക്കങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ കുടുംബജീവിതം നമ്മൾ നോക്കുമ്പോൾ 2ലെ കേതുവാണ്. ആ കേതു പ്രത്യേകിച്ച് കുടുംബകാര്യത്തിൽ ഒരു കമ്മിറ്റ്മെൻറ്റ് കുറയുന്നതിനോ കുടുംബാംഗങ്ങളുമായിട്ട് രമ്യത കുറവിനൊക്കെ അത് വഴിതെളിക്കാം. ഒരു കുടുംബസുഖമൊക്കെ കുറയുന്നതിന് സാധ്യത കാണിക്കുന്നുണ്ട്. അതേസമയം 4ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ മാർച്ചിൽ ഭാഗ്യസ്ഥാനത്ത് വരുന്നു. അത് നമുക്ക് പ്രത്യേകിച്ച് ഭവന സംബന്ധമായ കാര്യങ്ങൾ, വാഹനം, അതുപോലെ വീട് പുതുക്കൽ, സുഖസൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ ഒക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ്. മാതാവിനൊക്കെ എന്തെങ്കിലും ഭാഗ്യാനുഭവമൊക്കെ ഉണ്ടാകാനും അത് വഴിതെളിക്കും എന്ന് പറയാം. അതുപോലെ മെയ് പകുതി വരെ പൊതുവെ പോസിറ്റീവായിട്ടുള്ള ആ ശുക്രൻ്റെ സ്ഥിതി കാണുന്നുണ്ട്. കുടുംബ സംബന്ധമായിട്ട് സുഖാനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഗുരുശുക്രയോഗമൊക്കെ കുടുംബത്തിൽ സൗഭാഗ്യങ്ങൾ വർദ്ധിക്കും. ആഗസ്റ്റ്, ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ, നവംബർ പകുതി വരെയൊക്കെ ശുക്രന് നീചസ്ഥിതിയും ക്രമേണ സുഖസ്ഥാനത്ത് വക്രസ്ഥിതിയൊക്കെ വരുന്നത് കൊണ്ട് ആ സമയത്ത് കുടുംബത്തിൽ സുഖക്കുറവ്, കുടുംബജീവിതം സന്തോഷകരമാകണമെന്നില്ല. കുടുംബ പ്രശ്നങ്ങൾ നമ്മൾ കഴിവതും ചർച്ചയിലൂടെ പരിഹരിച്ച് പോയി കുടുംബ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനുള്ളൊരു ശ്രമം നമ്മുടെ ഭാഗത്ത് ഉണ്ടാകും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.